മേഡം മേഡം ഉം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ നിങ്ങള്? മേഡം കൊറിയർ ഉണ്ട് മേഡം. ശരി, ഇങ്ങതാ. ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക് മേഡം. ഉം. ഇതാ. താങ്ക് യു മേഡം. ഇറ്റ്സ് ഓക്കെ. മേഡം ഉം? അല്ല, മേഡത്തിന്റെ ഹസ്ബൻഡ് ഫോറിനിൽ പോയിരിക്കല്ലേ മേഡം? അതെ. ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അല്ല, എന്റെ ഭർത്താവ് ഫോറിനിലേക്ക് പോയ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്താ മേഡം മേഡം ഇങ്ങനെ ചോദിക്കുന്നത്? മേഡത്തിന്റെ ഹസ്ബൻഡ് ഫോറിനിൽ പോയിരിക്കുന്ന കാര്യം എനിക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും അറിയാം. നിങ്ങൾ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ മേഡത്തിന്റെ ഹസ്ബൻഡിനെ എയർപോർട്ടിൽ സെൻഡ് ഓഫ് ചെയ്യുന്ന സമയത്ത്? ആ വീഡിയോ വളരെ ഫേമസ് ആണ് മേഡം. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇന്റർനെറ്റിലേക്ക് ഒരുപാട് തവണ കണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് ഫോറിനിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞത്. ഓ, നിങ്ങളും ആ വീഡിയോ കണ്ടിരുന്നു അല്ലേ? ഉം. അതേന്നെ. ആ വീഡിയോ റീൽസിൽ ഇടാൻ വേണ്ടിയാ അന്ന് ഞാൻ എടുത്തത്. ഓ, ആ വീഡിയോ ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ വീഡിയോയില് നിങ്ങളുടെ ഭർത്താവ് 10 ദിവസമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഫോറിനിലേക്ക് പോകേണ്ടി വന്നു എന്ന് വളരെ ഫീലോടുകൂടി പറയുന്നുണ്ടായിരുന്നു. ആ, അതേന്നെ. എന്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ 10ാമത്തെ ദിവസം തന്നെ ഫോറിനിലേക്ക് പോയി. എന്ത് ചെയ്യാനാ? ഫാമിലി സിറ്റുവേഷൻ നോക്കണ്ടേ? അതൊക്കെ പോട്ടെ, എപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്? അങ്ങേര് തിരിച്ചു വരാൻ ഏകദേശം 1 വർഷമെങ്കിലും എടുക്കുമെന്നാ പറഞ്ഞത്. എന്ത്, ഒരു വർഷം ആകുന്നു? അതേന്നെ. 1 വർഷത്തോളം അദ്ദേഹത്തിന് ലീവ് കിട്ടില്ലാന്ന്. അതവരുടെ കമ്പനിയുടെ റൂളാണെന്ന്. അങ്ങനെ ലീവ് കൊടുക്കുകയാണെങ്കിലും 1 മാസത്തേക്ക് മാത്രമേ കൊടുക്കൂന്ന്. അതിനുശേഷം വീണ്ടും തിരിച്ചു പോവൂന്ന്. എന്താ മേഡം ഇങ്ങനെ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് 10 ദിവസം ആയപ്പോഴേക്കും ഫോറിനിലേക്ക് പോയി. ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂന്നും പറയുന്നു. അതുവരെ മേഡം ഇങ്ങനെ തനിച്ച് കഴിയാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ മേഡം? ബുദ്ധിമുട്ടൊക്കെ തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങടെ ഫാമിലി സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. ശരി മേഡം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരേ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ഭർത്താവ് ഇവിടില്ല, ഫോറിനിലേക്ക് പോയെന്ന് ലോകത്തിനോട് മുഴുവനും വിളിച്ചു പറഞ്ഞു. റീൽസിലിട്ടപ്പോഴേക്കും ഇത്രയ്ക്ക് വൈറലായി പോയി. നിങ്ങള് ചോദിച്ച പോലെ തന്നെയാ കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്നെ. നിങ്ങളെ പോലത്തെ ഓരോ ആൾക്കാരും ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആ വീഡിയോ ഇട്ടത് തെറ്റായിപ്പോയി. അത് ശരിയാ. ഓക്കെ മേഡം. അപ്പൊ ഞാൻ പോട്ടെ. ശരി എന്നാ.